മൈസൂരിൽ വരുന്ന സന്ദർശകർ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു അട്രാക്ഷനാണ് 6 ഗേറ്റ് അല്ലെങ്കിൽ ഹാർഡിംഗ് സർക്കിൾ. മൈസൂർ മുനിസിപ്പാലിറ്റി ഇവിടെ ഒരു സെൽഫി പോയിന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. ആനകളുടെ പ്രതിമകളും മഹാത്മാഗാന്ധിയുടെ ഒരു ശില്പവും ചെറിയൊരു ഗാർഡൻ പോലെയും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സെൽഫി എടുക്കുമ്പോൾ നല്ലപോലെ തോന്നിപ്പിക്കാൻ വേണ്ടി ചെറിയ ശില്പങ്ങളാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ടൂറിസ്റ്റുകൾക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ മാർബിൾ ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 6 ഗേറ്റിൻ്റെ 4 ഭാഗത്തും ഇരിപ്പിടങ്ങൾ ഉണ്ടെങ്കിലും 2 ഭാഗത്ത് മാത്രമേ ആധുനികമായ മാർബിൾ ഇരിപ്പിടങ്ങളുള്ളൂ. സിറ്റി ബസ് സ്റ്റാൻഡിൻ്റെയും സബർബൻ ബസ് സ്റ്റാൻഡിൻ്റെയും മധ്യത്തിലാണ് 6 ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. 2 ബസ് സ്റ്റാൻഡിലേക്കും 1 കിലോമീറ്റർ താഴെ ദൂരമുള്ളൂ. മൃഗശാലയിലേക്കും അത്രേ ദൂരമുള്ളൂ. 6 ഗേറ്റുകൾ സംഗമിക്കുന്ന ഈ ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റുകളില്ല എന്നത് നമ്മെ വളരെ അത്ഭുതപ്പെടുത്തും. വലിയ വ്യാപ്തിയിലും സ്ഥലസൗകര്യത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഈ സർക്കിൾ ട്രാഫിക് ലൈറ്റുകൾ ആവശ്യമില്ല എന്ന് കണ്ടെത്തുകയും വാഹനങ്ങളെ അഴിച്ചുവിടുകയും ചെയ്തിട്ടുള്ളത്. ശ്രീ ജയച്ചാമ്മ വടിയാർ സർക്കിൾ എന്നാണ് ഔദ്യോഗികമായി ഈ കവല അറിയപ്പെടുന്നത്. അടുത്ത കാലത്തായി ഇവിടെ മെറ്റാലിക് ബാരിക്കേഡുകൾ ഒഴിവാക്കുകയും പ്ലാസ്റ്റിക് ബാരിക്കേഡുകൾ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ സഹായത്തോടു കൂടിയാണ് ഈ പ്രൊജക്റ്റ് നടപ്പാക്കിയത്. മൈസൂരിലെ ഒരു പൈതൃക സമ്പത്തായി ഹാർഡിംഗ് സർക്കിൾ സംരക്ഷിക്കപ്പെടുകയും ഭംഗിയായി മോടി പിടിപ്പിച്ച് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ ബഡ്ജറ്റിലാണ് ഈ സർക്കിളിൻ്റെ സംരക്ഷണം മൈസൂർ മുനിസിപ്പാലിറ്റി ഏറ്റെടുത്തിട്ടുള്ളത്. സിറ്റി ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഹാർഡിംഗ് സർക്കിളിൽ കൂടി ബാംഗ്ലൂർ റോഡിലേക്ക് കടന്നു പോകുന്നു. ബാംഗ്ലൂർ റോഡ് ഇവിടെ വൺ വേ ആണ്. കേരളത്തിലേക്കുള്ള ബസ്സുകൾ സബർബൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹാർഡിംഗ് സർക്കിൾ വഴി ഹുൻസൂർ റോഡിൽ പ്രവേശിക്കുന്നു. കേരളത്തിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഇതേ സർക്കിളിൽ എത്തിച്ചേരുകയും മദർ തെരേസ റോഡിലൂടെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുകയും ചെയ്യും. കേരളത്തിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഹാർഡിംഗ് സർക്കിളിന് തൊട്ടു മുമ്പ് കൊട്ടാരത്തിൻ്റെ മുമ്പിൽ നിർത്താറുണ്ട്. സിറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോകേണ്ട യാത്രക്കാരുടെ സൗകര്യത്തിനാണ് ഇങ്ങനെ നിർത്തുന്നത്. ഇവിടെ ധാരാളം ബിസ്ക്കറ്റ് വിൽക്കുന്ന കച്ചവടക്കാരും ചെറുനാരങ്ങ വിൽക്കുന്ന കച്ചവടക്കാരികളും പച്ചക്കറിയുടെ ഉന്തുവണ്ടികളും കാണാറുണ്ട്. തണുത്ത കാലാവസ്ഥയായതുകൊണ്ട് പുഴുങ്ങിയ കടലക്ക് വലിയ ഡിമാൻഡാണ്. പാനിപൂരി വിൽക്കുന്ന കച്ചവടക്കാർ 2-3 പേർ ഇവിടെയുണ്ട്. ഒരു വസ്തുവിനും കൊള്ളാത്ത ഒരു സാധനമാണ് പാനിപൂരി എങ്കിലും മൈസൂരിൽ വളരെ ജനപ്രീതി നേടിയിട്ടുണ്ട്. ഗേൾ ഫ്രണ്ട്സ് ഉള്ളവർക്ക് പാനിപൂരി കഴിക്കാതെ പറ്റുകയില്ല. കാരണം പെൺകുട്ടികൾ പാനിപൂരി ഇഷ്ടപ്പെടുന്നു. എല്ലാ പാനിപൂരി ജോയിൻറ്റുകളുടെ മുമ്പിലും സുന്ദരികളുടെ തിരക്കാണ് മൈസൂരിൽ. കട്ട് ഫ്രൂട്ട്സ് വിൽക്കുന്ന 2 കടകളും ഇവിടെയുണ്ട്. ആരോഗ്യ തൽപരരായ ഡോക്ടർമാരും ബുദ്ധിജീവികളും താടിക്കാരും കട്ട് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുകയുള്ളൂ. പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും അന്തർദേശീയ വിമാന സർവീസുകളിലും കട്ട് ഫ്രൂട്ട്സ് പോപ്പുലർ ആയതുകൊണ്ട് ഇപ്പോൾ അതിനൊരു എലീറ്റിസ്റ്റ് ഇമേജ് വന്നിട്ടുണ്ട്. പഴയ സോഡ വിൽക്കുന്ന ഒരു കച്ചവടക്കാരനും ഇവിടെയുണ്ട്. മധുരമുള്ള സോഡയും ഉപ്പുരുചിയുള്ള സോഡയും ഇവിടെ ലഭിക്കും. കളർ സോഡയും ട്രാൻസ്പെറൻറ്റ് സോഡയും വേറെയുണ്ട്. ബന്നൂർ റോഡിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഒരു പൈനാപ്പിൾ വിൽപ്പനക്കാരൻ ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്. അദ്ദേഹം മറ്റ് കച്ചവടക്കാരുടെ അടുത്ത് പൈനാപ്പിൾ വിൽക്കുകയില്ല. പൈനാപ്പിൾ ഒരു മുന്തിയ ഫ്രൂട്ടാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. ഇവിടെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു കൊച്ചു ക്ഷേത്രവുമുണ്ട്. 6 ഗേറ്റ് ചെറിയ കുട്ടികൾക്ക് പോലും സൈക്കിൾ ഓടിക്കുവാൻ മാത്രം സുരക്ഷിതമായ ഒരു ട്രാഫിക് സർക്കിളാണ്. കാരണം വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ചും കരുതലോടും കൂടിയാണ് ഇതിലെ കൂടി കടന്നു പോകുന്നത്. ഡ്രൈവർമാരിൽ മലയാളികൾ കുറവായതുകൊണ്ടും കർണാടകക്കാർ വലിയ കരുതലുള്ളവരായതുകൊണ്ടും 6 ഗേറ്റിൽ അപകടങ്ങൾ ഉണ്ടാവാറില്ല. എങ്കിലും കേരളത്തിൽ നിന്ന് വരുന്ന KSRTC ബസ്സുകൾ വമ്പിച്ച വേഗതയിലാണ് കടന്നു പോകുന്നത് എന്നൊരു പരാതി നാട്ടുകാർക്കുണ്ട്. കേരള അതിർത്തി പട്ടണമായ നഞ്ചൻഗുഡിൽ KSRTC ഡ്രൈവർമാർ ഗുണ്ടകളാണ് എന്ന അഭിപ്രായമുണ്ട്. വാക്ക് തർക്കങ്ങൾ സാധാരണമാണ്. എങ്കിലും കർണാടക പോലീസ് കേരള ബസ്സുകൾക്ക് നല്ല സംരക്ഷണം നൽകുന്നുണ്ട്. കാരണം കേരളത്തിൽ വരുമ്പോൾ കർണാടക ബസ്സുകൾക്ക് കേരള പോലീസും നല്ല സംരക്ഷണം നൽകാറുണ്ട്. ബന്നൂർ റോഡിൽ ബസ് കാത്തു നിൽക്കുന്ന യാത്രക്കാരുടെ വലിയൊരു സംഘത്തെ എപ്പോഴും കാണാൻ പറ്റും. കാരണം ബന്നൂർ റോഡിലേക്കുള്ള ബസ്സുകൾ പുറപ്പെടുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. മൈസൂർക്കാർ ആരും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കയറാറില്ല. വൃത്തിയും വെടിപ്പും കുറഞ്ഞ ഒരു ബസ് സ്റ്റേഷനാണ് പ്രൈവറ്റ് ബസ് സ്റ്റേഷൻ. അതെവിടെയാണെന്ന് പോലും ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് എല്ലാവരും ബന്നൂരിൽ പോകാൻ വേണ്ടി 6 ഗേറ്റിൽ വന്ന് കാത്തിരിക്കുന്നു. ബസ് ഇവിടെ നിന്ന് ടേൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ അല്പസമയം നിർത്തിയിടുകയും ചെയ്യാറുണ്ട്. ബന്നൂർ ഭാഗത്തേക്ക് ബസ്സുകൾ കുറവായതുകൊണ്ട് ഓട്ടോറിക്ഷകൾ ഷെയർ ചെയ്ത് പോകുന്നത് കാണാറുണ്ട്. വിദ്യാവികാസ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകർ
ഷെയർ ഓട്ടോറിക്ഷയിലാണ് കോളേജിൽ പോകുന്നത്. മടിക്കേരിൽ നിന്ന് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകുന്ന നീല നിറമുള്ള സൂപ്പർ ഡീലക്സ് ബസ് ഇതുവഴി ബാംഗ്ലൂർ റോഡിൽ പ്രവേശിക്കുന്നു. അതുപോലെ രാത്രിയിൽ ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കും പോകുന്ന സ്ലീപ്പർ ബസ്സുകൾ ഇവിടെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. രാത്രിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൻ്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി രാജകുടുംബവും കർണാടക സർക്കാരും തമ്മിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. കേസിൽ രാജകുടുംബം വിജയിക്കുകയും എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ ഒരു ഭാഗം അവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. കർണാടക ഗവൺമെൻറ് വമ്പിച്ച സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കോടതി രാജകുടുംബത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കുവാൻ തയ്യാറായില്ല. മൈസൂരിൻ്റെ രോമാഞ്ചമായി 6 ഗേറ്റ് തുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുവാനും അല്പസമയം ചെലവഴിക്കുവാനും വലിയ താല്പര്യമാണ്. അരമണിക്കൂർ ഇരിക്കാൻ വേണ്ടി വരുന്നവർ 3-4 മണിക്കൂർ ഇരുന്നതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. സെൽഫി പോയിന്റിൽ സുഖകരമായ ഇരിപ്പിടങ്ങൾ ഉള്ളതുകൊണ്ടും പോലീസ് സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടും രാത്രിയിലും ധാരാളം ആളുകൾ ഇവിടെ ഇരിക്കാറുണ്ട്. കടലയും സോഡയും മുറിച്ചുവെച്ച പഴങ്ങളും ലഭിക്കുന്നതുകൊണ്ട് 2-3 മണിക്കൂർ ചെലവഴിക്കുവാനും മൈസൂരിലെ വാഹനങ്ങളുടെ ഒഴുക്ക് കാണുവാനും 6 ഗേറ്റ് പോലെ മനോഹരമായൊരു സ്ഥലം വേറെയില്ല എന്ന് പറയാം.